പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ ബി മോഡസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ നമ്മളെ പലതരത്തിൽ പ്രകോപിപ്പിക്കാനായിട്ട് നോക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ പ്രകോപനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1000 വിദ്യകൾ അറിയാമെങ്കിലും സമയത്ത് വരത്തില്ല. അപ്പോൾ അതിന് ശരിക്കും പ്രത്യേകിച്ചുള്ള മെൻ്റൽ ട്രെയിനിങ്ങുകൾ അത്യാവശ്യമാണ്. ഒരു തരത്തിലും നമ്മുടെ ഈഗോയെ നമ്മൾ ഹർട്ട് ചെയ്യാൻ അനുവദിക്കരുത്. പ്രശ്നം ഉണ്ടായാൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ മൈൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് ഒരു മനുഷ്യന് 2 വയസ്സുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് ഒന്ന് കാലിക വയസ്സും 2 മാനസിക വയസ്സ്. കാലിക വയസ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഏജാണ്. മാനസിക വയസ്സ് അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി എന്ന് കരുതിയിട്ട് മനസ്സ് വളരണമെന്നില്ല. ഇപ്പോൾ വയസ്സിനാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഒരു കുട്ടി വയസ്സറിയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൾ അടുത്ത കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാപ്തയായി എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് വയസ്സിൻ്റെ കാര്യം. വയസ്സറിയിക്കുക എന്ന് പറയും. അപ്പോൾ ആ ആള് പ്രായമായി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. അയാൾക്ക് മാനസികമായിട്ട് അത്രയും വളർച്ചയുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് തിയറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സാധാരണ ആയോധനകല പഠിക്കുന്നവരൊന്നും ചെയ്യുന്നത് തിയറിക്ക് വലിയ പ്രാധാന്യം കൊടുക്കില്ല. തിയറിക്കാണ് യഥാർത്ഥ പ്രാധാന്യം കൊടുത്തിട്ട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സംവിധാനം വരുമ്പോഴാണ് മാർഷൽ ആർട്ട് നമുക്ക് ഗുണകരമായി വരുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ബ്രൂസ് ലീ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1000 ടെക്നിക്ക് അറിയാവുന്ന ഒരാളെ എനിക്ക് ഭയമേ ഇല്ല. പക്ഷെ ഒരു ടെക്നിക്ക് 1000 പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് അതേ അറിയുള്ളൂ. അപ്പോൾ എന്ത് കേസ് വന്നാലും അയാൾ അത് ആക്ട് ചെയ്തിരിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, അത് അവിടെ വരെ നിൽക്കുന്നു. ആക്ട് ചെയ്തിട്ടത് നടന്നില്ലാത്ത പക്ഷം എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആളുടെ വലിപ്പം, മസിൽ പവർ, അസ്ഥിയുടെ രീതികൾ, പഠിത്തം, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ആയോധനകല. അല്ലാതെ അഭ്യാസം കൊണ്ട് മാത്രം നിങ്ങൾക്കത് ചെയ്യാമെന്ന് കരുതരുത്. അപ്പോൾ അതിനുള്ള ചില ടെക്നിക്കുകളും പിന്നെ ഈ വിദ്യകളിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഉത്തമ മധ്യമ അധമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൂട്ട് പൂട്ടുന്ന സമയത്ത് അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുന്നതെന്നും പ്രാക്ടിക്കൽ ആവാതിരിക്കുന്നതെന്നും എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ വീഡിയോ ആയിരിക്കും ഇത്. നേരെ വീഡിയോയിലേക്ക്. ഇവിടെ കണ്ടത് നമ്മൾ ചെയ്യുന്നൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ട്രിക്കാണ്. അത് എളുപ്പം നടക്കുമെന്നാണ് വിചാരം. നമുക്ക് നോക്കാം നടക്കുമെന്ന്. ഇവിടെ കണ്ടോ, ഈ കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ബലമുള്ള ഒരാളാണ് പിടിക്കുന്നതെങ്കിൽ ഇയാൾ എത്ര അറ്റാക്ക് ചെയ്താലും ഇത് അങ്ങോട്ട് വരണമെന്നില്ല. അപ്പോൾ ഈ ട്രിക്ക് അവിടെ കൊണ്ട് ഫെയിൽ ആവുകയാണ്. അപ്പോൾ പഠിപ്പിച്ചതും പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ. ഇയാളുടെ ആരോഗ്യത്തിന് പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പറ്റിയേക്കും. അത് യാദൃച്ഛികമാണ്. നമുക്ക് ഉറപ്പുള്ള വിദ്യകൾ മാത്രം ചെയ്യാം. ഇനി ഇങ്ങനെ വന്നാൽ പഠിത്തം കൊണ്ട് എന്ത് ചെയ്യാമെന്നാണ് കാണിക്കുക. പഠിക്കുന്ന സമയത്ത് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമുക്കൊരു ബ്രിഡ്ജ് വന്നാൽ നമുക്ക് ആ ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ അവിടുന്ന് അടുത്ത പ്രയോഗങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ആ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ബ്രിഡ്ജ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല സ്ട്രോങ് ആയി പിടിച്ചിരിക്കാൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് പറ്റില്ല. മുമ്പേ കാണിച്ചാൽ ഇങ്ങനെ പറ്റില്ല. അപ്പം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബ്രിഡ്ജിനെ വിട്ടേക്കുക. വ്യക്തമായി മനസ്സിലായോ? ബ്രിഡ്ജിനെ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയാണ്. അപ്പം നമ്മളിങ്ങനെ വന്നു, ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മുമ്പേ പറഞ്ഞ പോലെ പുറകിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബാക്കിൽ വരുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ആൾ പെട്ടെന്ന് കയറി പിടിക്കാൻ വന്നു. ആ സമയത്ത് ബ്രിഡ്ജ് നമുക്ക് കളഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെയുള്ള കുറച്ചേറെ തിയറി ബേസിലാണ് യഥാർത്ഥത്തിലുള്ള ആയോധനകല. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനകത്ത് കൃത്യമായിട്ട് മാസ്റ്റേഴ്സ് പറഞ്ഞു തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ.